നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. VS എന്ന വികാരം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരിടത്തു നിന്നും ഒരു അധ്യാപകൻ പട്ടി ചത്താൽ ഞങ്ങൾ കുഴിച്ചിടും, അല്ലാത്ത സ്റ്റാറ്റസ് ഇടാറില്ല എന്നൊരു കമന്റ്. അല്ലെങ്കിലും VS എന്ന മഹാനായ വ്യക്തിയെ, VS എന്ന ദൈവത്തെ പോലെ കാണുന്ന ജനങ്ങൾ കാണുന്ന ആ മഹാനായ വ്യക്തിയെ ഒരു ഫോട്ടോ കൊണ്ടുപോലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ 12 മണിക്കൂറെങ്കിൽ 12 മണിക്കൂർ അതങ്ങനെ കിടക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യത ഈ പറയുന്ന അധ്യാപകനില്ല. സ്റ്റാറ്റസ് ഇട്ട അധ്യാപകനെ നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസ് തൂക്കിയിരിക്കുകയാണ്. വിശദമായി നമുക്ക് നോക്കാം. VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട ഹയർ സെക്കൻഡറി അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ നഗരൂർ നെടുമ്പറമ്പ് AA നിവാസിൽ V അനൂപാണ് പിടിയിലായത്. പ്രകോപനപരമായ 2 സ്റ്റാറ്റസുകളാണ് ഇയാൾ ഇട്ടത്. ഇതിനെതിരെ നിരവധി ആളുകൾ ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. തുടർന്ന് CPIM കിളിമാഞ്ഞൂർ ഏരിയ കമ്മിറ്റി അംഗം M ഷിബു, ലോക്കൽ കമ്മിറ്റി അംഗം ബാഹുലെ കുറുപ്പ് എന്നിവർ നഗരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതായത് ഇയാളിട്ടിരിക്കുന്ന പോസ്റ്റ് തെരുവ് നായ ചത്ത ഞാൻ കുഴിച്ചിടും, അല്ലാതെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ സ്റ്റോറി ഇടാറല്ല എന്റെ പതിവെന്നായിരുന്നു അയാളുടെ കമന്റ്. എന്തായാലും കമന്റ് ഇട്ടതിന് പിന്നാലെ, അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ നിമിഷ നേരം കൊണ്ട് അയാളുടെ വീട് കയറി വളഞ്ഞിരിക്കുകയാണ് പോലീസ് സംഘം. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയാണ് ഇയാളെന്നാണ് പറയുന്നത്. അതായത് എന്തോ ആയിക്കോട്ടെ, ഒരുപക്ഷെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വസിക്കാത്തവരായിരിക്കാം. VS അച്യുതാനന്ദൻ എന്ന 2 അക്ഷരത്തെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം, അല്ലാത്ത ഒരാളായിരിക്കാം, എതിരഭിപ്രായമുള്ള ഒരാളായിരിക്കാം. എന്നാലും അദ്ദേഹം മരിക്കുമ്പോൾ ഇത്രയും ജനസാഗരങ്ങൾ വികാര നിർഭരരായി നിൽക്കുമ്പോൾ ദൈവമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ദൈവത്തെ പോലെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് എന്നൊക്കെ തന്നെ പറഞ്ഞു നിൽക്കുന്നിടത്താണ് ഇത്തരത്തിലൊരു അധ്യാപകൻ തന്നെ ഇത്തരം ഒരു വൃത്തികേട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യ മറുപടി തന്നെ നൽകാനാണ് കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിരവധി ആരോപണങ്ങളും വകുപ്പ് തല അന്വേഷണങ്ങളും നേരിടുന്നയാളാണ് ഈ V അനൂപ് എന്ന് പറയുന്നത്. പൊതു പണിമുടക്ക് ദിവസം സമരാനുകൂലികളോട് കയർക്കുകയും അശ്ലീലം കാണിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട്. അധ്യാപകർക്ക് ട്രാൻസ്ഫർ തരപ്പെടുത്തി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പണം പിരിച്ചെന്ന ആരോപണവും നേരിടുന്നുണ്ട്. ഈ പരാതികളിൽ മേൽ ബുധനാഴ്ച വകുപ്പ് തല അന്വേഷണം നടക്കാനിരിക്കെയാണ് VSനെ അധിക്ഷേപിച്ച് ഇയാൾ രംഗത്ത് വന്നത്. VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട വണ്ടൂർ വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദിനെതിരെയും പോലീസ് കേസെടുത്തു. വെൽഫെയർ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ അഹമ്മദ്. DYFI പ്രവർത്തകർ വണ്ടൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് നടപടി. അതേസമയം പ്രിയ നേതാവിനെ ഒരു നോക്കു കാണാൻ 10,000ങ്ങളാണ് ഇരച്ചെത്തുന്നത്. രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിൽ കഴിഞ്ഞ ദിവസം പൊതുദർശനം നടന്നപ്പോൾ കൃത്യം 2 മണിയോടുകൂടി തന്നെ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ആശ്വാസമുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ആലപ്പുഴയിലെ വസതിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി ആളുകളാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചൊക്കെ തന്നെ വരുന്നത്. കൊല്ലത്തേക്ക് എത്തിയപ്പോൾ ജനസാഗരം തന്നെയായിരുന്നു. അദ്ദേഹം എന്ന വിപ്ലവ നായകനെ ഊറ്റി വാർത്തെടുത്ത കൊല്ലം അദ്ദേഹത്തിന് നൽകി വിടവാങ്ങൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്ന പോലെ, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു തരത്തിലുള്ള മുദ്രാവാക്യം വിളികളും ആവേശവും ഒക്കെ തന്നെയായിരുന്നു കൊല്ലത്തിൽ കാണാൻ സാധിച്ചത്. കൊല്ലം പെറ്റമ്മയെ പോലെ വാർത്തെടുത്ത അച്യുതാനന്ദന്, VSന് ഇതിൽ പരം എങ്ങനെയാണ് ഒരു നാട്, ഒരു ജനത, ഒരു സമൂഹം എങ്ങനെയാണ് യാത്രയയപ്പ് നൽകേണ്ടത്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി വിവിധ കേന്ദ്രങ്ങളിൽ VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും. ബുധൻ രാവിലെ 9 മണി വരെ സ്വന്തം വസതിയിലായിരിക്കും എന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. അദ്ദേഹത്തെ കാണാനായി എത്തിയ നീണ്ട നിരകൾ, അദ്ദേഹത്തെ കാണാനെത്തിയ ലക്ഷോപലക്ഷം ആളുകൾ, 10,000ങ്ങൾ ഒക്കെ തന്നെ തടിച്ചുകൂടുന്നു. മഴയെയും പോലും അവഗണിച്ചുകൊണ്ട് VS എന്ന 2 അക്ഷരത്തെ, VS എന്ന വികാരത്തെ, VS എന്ന വിപ്ലവ സൂര്യനെ, VS എന്ന സാംസ്കാരിക നായകനെ കാണാനായി ഇതാ ആളുകൾ തടിച്ചുകൂടുമ്പോൾ അദ്ദേഹത്തിന് കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അല്ലെങ്കിലും അത് അങ്ങനെയായിരുന്നല്ലോ. ഒരു രാഷ്ട്രീയ നേതാവിന് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ കൃത്യസമയങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നിമിഷവും. സമരസൂര്യൻ അവസാന യാത്രയിൽ വിപ്ലവ നക്ഷത്രമാവുകയാണ്. ചുവന്ന കൊടിയുമായി കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യവുമായി അവർ ആ ബസ്സിന് പിന്നാലെ ഓടുകയാണ്. കേരളം ഇന്നുവരെ ആർക്കും നൽകാത്ത വീരോചിത യാത്ര അയപ്പ് തന്നെ. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ് താനെന്ന് തെളിയിക്കുകയാണ് മരണത്തിലും VS. ലാൽ സലാം, റെഡ് സല്യൂട്ട്, ഈ വിളികളിൽ മുഖരിതമായി VSന്റെ യാത്ര. ഇങ്ങനെ പോയാൽ ഇനിയും VS ആലപ്പുഴയിലെ വേദിക്കകത്ത് വീട്ടിലെത്താൻ
എത്താൻ മണിക്കൂറുകൾ എടുക്കും. എല്ലാം വേഗത്തിൽ ചെയ്ത് മടങ്ങാൻ ഒരുങ്ങിയ സഖാക്കളായ നേതാക്കൾക്ക് കാത്തിരിക്കേണ്ട അവസ്ഥ വരികയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ കാത്തിരുന്ന് എത്ര ദിവസം വേണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സഖാവിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടാൻ തയ്യാറാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾ പറയുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ തെളിയിക്കുകയാണ് VS ആരായിരുന്നു, എന്തായിരുന്നു ഞങ്ങൾക്കെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. പുതിയ തലമുറയിലെ ജനങ്ങൾ പോലും അദ്ദേഹത്തെ കാണാൻ ഓടി എത്തുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ കേരളം ഒന്നാകെ ഒരു വികാര നിർഭരമായി നിൽക്കുന്ന വേളയിലാണ് ചിലയിടങ്ങളിൽ അദ്ദേഹത്തിനെതിരെയുള്ള അധിക്ഷേപ പോസ്റ്റുകൾ അതിന് കൃത്യമായി മറുപടി തന്നെയാണ് പോലീസ് നൽകുന്നത്. മാത്രവുമല്ല മറ്റു ചിലയിടങ്ങളിൽ പിണറായി വിജയൻ അന്തരിച്ച തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും തെറ്റ് നാവുപിഴയാണ് എന്ന് ആവർത്തിച്ച് അവർ പറയുന്നുണ്ടെങ്കിലും അത്തരം നാവുപിഴകൾ വരാൻ പാടുള്ളതല്ലോ എന്ന് പറയുന്നു. എന്തായാലും അതിന്റെ താഴെയൊക്കെ തന്നെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലേക്ക് പുറത്തു വരുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ വരുന്നത് എന്നൊക്കെ തന്നെ ഒരു ട്രോളുകളായൊക്കെ തന്നെ അതൊക്കെ മാറുന്ന സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്.